ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ വന്നിട്ട് ഇതുപോലെ ഒരു ക്യാമറയും ഓണാക്കി വെച്ചിട്ട് അവൾ ഭയങ്കര പോക്കാണ്, അവളൊക്കെയാണ് അവളെ ഞാൻ ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതം കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാത്തത്. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ബുദ്ധിയില്ല. മമ്മൂട്ടി എനിക്കാണ് കൂടുതൽ ബുദ്ധി. മമ്മൂട്ടി മോഹൻലാലും ഇല്ലെങ്കിൽ ഞാനിവിടെ സൂപ്പർ സ്റ്റാറായനെ. ഇതാണ് ഈ ആറാട്ടണ്ണൻ്റെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആറാട്ടണ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറാട്ടണ്ണൻ ഇനിയിപ്പോഴും ജയിലിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ആറാട്ടണ്ണൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതായത് ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ വന്നിട്ട് ഇതുപോലെ ഒരു ക്യാമറയും ഓണാക്കി വെച്ചിട്ട് അവൾ ഭയങ്കര പോക്കാണ്, അവളൊക്കെയാണ് അവളെ ഞാൻ ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതം കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാത്തത്. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ബുദ്ധിയില്ല. മമ്മൂട്ടി എനിക്കാണ് കൂടുതൽ ബുദ്ധി. മമ്മൂട്ടി മോഹൻലാലും ഇല്ലെങ്കിൽ ഞാനിവിടെ സൂപ്പർ സ്റ്റാറായനെ. ഇതാണ് ഈ ആറാട്ടണ്ണൻ്റെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഇയാൾക്ക് എന്തോ രോഗമാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ ഇതാണ്. ഒന്നുമല്ല, അയാൾ അതിബുദ്ധിമാനാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് അയാൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ എറിയുന്നത് കൃത്യമായിട്ട് കൊള്ളേണ്ട സ്ഥലത്താണ്. അപ്പോൾ അയാൾ സ്ത്രീകളെ മുഴുവൻ മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഇയാൾ ഈ സ്ത്രീകളെ മുഴുവൻ മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉഷാ ഹസീന എന്ന് പറയുന്ന ഈ കിരീടത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ സഹോദരിയായിട്ട് അഭിനയിച്ച ഇവരാണ് പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്ന് എന്ന് പറഞ്ഞ് നിരവധി പരാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആറാട്ടണ്ണൻ ഇനി ജയിലഴുകി ഉള്ളിലേക്കാണെന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിന് ഈ ഉഷാ ഹസീനയെ പോലെയുള്ള ഒരുപാട് നടിമാർ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, അവരൊക്കെ ഇനി പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധൈര്യപൂർവ്വം പ്രതികരിക്കണം. ഈ ഒരു ആറാട്ടണ്ണനെ മാത്രം പൂട്ടിയാൽ പോരാ. അല്ലാതെ മറ്റേ മാലാ പാർവതി പറഞ്ഞതുപോലെ ആരെങ്കിലും വന്നിട്ട് ബ്ലൗസ് ശരിയാക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പടാ എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോഴേക്ക് പോടാ എന്ന് പറഞ്ഞാൽ പോരെ. അതല്ല മക്കളെ വേണ്ടത്. അവിടെ പ്രതികരിക്കാണ്ടുണ്ട്. മാലാ പാർവതി ചേച്ചി പറയുന്നത് നിങ്ങൾ കേട്ട് വിശ്വസിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോഴും കുറച്ച് സിനിമയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കാൻ പറ്റൂല. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത്. ഇനി അവർ പറഞ്ഞു എന്ന് വരുന്നിട്ട് നിങ്ങളെല്ലാവരും കയറിയിട്ട് ആ സ്ത്രീയുടെ അയ്യോ നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങളല്ലേ പണ്ടത്തെ ഫെമിനിസ്റ്റുകൾ, നിങ്ങൾ പണ്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, പണ്ട് എല്ലാ നടന്മാരെ പറ്റിയിട്ടും നിങ്ങൾ ഇങ്ങനെ മോശം പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയണ്ട. അന്ന് അവർക്ക് സിനിമയൊന്നും ഇല്ലായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു 20-25 സിനിമയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സിനിമയിലൊന്നും അല്ല, നമ്മളെ പാർവതി ചേച്ചിക്ക് ഒരു റോളുണ്ട്. അതുകൊണ്ട് അവരെ കുറച്ച് ഒന്ന് ആ ഒരു സാധനം എടുത്തിട്ട് അങ്ങ് മാറ്റി വെച്ചിരിക്കുക. ഇനി സിനിമയൊന്നും ഇല്ലാത്തപ്പോഴേ ഒരുപാട് നാൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫെല്ലാം ആകുമ്പോൾ ഈ പാർവതി ചേച്ചി മെല്ലെ വരും, ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളതൊന്നും. പക്ഷേ ഉഷാ ഹസീനയ്ക്ക് ഇതിൽ പ്രതികരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ആ നിലപാടുകൾ, അതായത് അവർ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ നിലപാട് തിരുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഉഷയ്ക്ക് വേണമെങ്കിൽ കൃത്യമായിട്ടും ഇതിൽ പ്രതികരിക്കാം. അതുകൊണ്ട് ഉഷ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഷൈം ടോം ചാക്കോനെതിരെയും അതുപോലെ ഇമ്മാതിരി തോന്നിയവാസം കളിക്കുന്ന ഈ ബ്ലൗസ് ശരിയാക്കാനും അല്ലെങ്കിൽ കുളിപ്പിക്കാൻ വേണ്ടി പോവാം ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന അവന്മാരുടെ മോന്തൊക്കെ തന്നെ ചവിട്ടുകയും ചെയ്യണം. ഐറ്റുകളെ പിടിച്ച് അമ്മയിൽ നിന്ന് പുറത്തുവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഷൈം ടോം ചാക്കോ അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എല്ലാവരും ചേർന്നത് ഒത്തുതീർപ്പുണ്ടാക്കി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലരും ഇത് ചെയ്യുമ്പോഴും അവരെല്ലാം ഒത്തുതീർപ്പുണ്ടാക്കുകയാണ്. എന്തുകൊണ്ടാണ് സിനിമാക്കാരുടെ അടുത്തും ആ സിനിമാക്കാരുടെ ഉള്ളിൽ ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നില്ല? അതായത് അവിടെയുള്ള നടിമാർ എന്തുകൊണ്ട് വിളിച്ചോ പറയുന്നില്ല? അപ്പോഴവരെല്ലാവരും ഒന്നും ഇതുപോലെ ഈ ആറാട്ടണ്ണനെ മാത്രം കൊടുക്കുകയാണോ ലക്ഷ്യം എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ആറാട്ടണ്ണൻ എന്ന് പറയുന്നവൻ ചെയ്തത് പരതെണ്ടിത്തരം തന്നെയാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. അവൻ രാത്രി വന്നിട്ട് ഓരോരാൾക്ക് ഓഫർ ചെയ്യലാണ് അവൻ്റെ ജീവിതം എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ തന്നെ അറിയാം അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു തരക്കാരൻ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവൻ വലിയ ഇതൊന്നുമല്ല. പിന്നെ അവനെയൊക്കെ വളർത്തുന്നത് ഇവിടെയുള്ള സിനിമാക്കാർ തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ഇവനെ വിളിച്ചിട്ട് ഇവന് സിനിമയിൽ ചാൻസ് കൊടുത്തു. അങ്ങനെയുണ്ടെങ്കിൽ ഇവനെ അകറ്റി നിർത്തുകയല്ലേ വേണ്ടത്? അല്ലാതെ ഇവനെ പോലെയുള്ള പോഴന്മാരെ വിളിച്ചിട്ട് വീണ്ടും വീണ്ടും സിനിമയിൽ അഭിനയിപ്പിക്കുകയാണോ വേണ്ടത്? ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് കൊടുക്കുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ടിനി ടോം പറയുന്നത് കേട്ടു, എനിക്ക് ആറാട്ടണ്ണനെയും അതുപോലെ പെരേരയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് എന്നുള്ള തരത്തിൽ. അതാണോ വേണ്ടത്? ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ആറാട്ടണ്ണൻ എന്ന് പറയുന്നയാളുടെ ചുമലിലേക്ക് കയറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ സിനിമയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്. ഇപ്പം നമ്മുടെ MLA ചേട്ടനുണ്ടല്ലോ, MLA ചേട്ടൻ്റെ എന്തൊക്കെ കഥകളാണ് വെളിയിൽ വരുന്നത്, എന്തൊക്കെ ഫോൺ വിളികളാണ് വെളിയിൽ വരുന്നത്. അല്ല, അയാളുടെ കൂടെയൊക്കെ അഭിനയിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പണ്ടാരോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന്, അതായത് ഈ പുരുഷ മേധാവിത്വമാണ് അവിടെ നടക്കുന്നത്.
നടക്കുന്നത്. പുരുഷന്മാർ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. അതായത് ഇനി വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടിക്ക് ഒരു സിനിമ പോലും കിട്ടത്തില്ല. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നത് ഒരു സിനിമ ഇനി ആ കുട്ടിക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇനി സിനിമ കൊടുക്കരുത് എന്ന് ഒരുപാട് ആൾക്കാരുടെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി വരും. ആരാണ് നായിക എന്ന് ചോദിക്കുമ്പോൾ പറയും വിൻസി ആണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഏട്ടാ, വേറെ ആളെ വിളിക്ക് എന്ന് പറയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമോ, അതായത് നമ്മുടെ ഈ ദിലീപിൻ്റെ കേസിൽപ്പെട്ട ഒരു എരിയുണ്ടായിരുന്നു. ആ നടിക്ക് പിന്നീട് എത്ര മലയാള സിനിമ കിട്ടിയിട്ടുണ്ട് ആലോചിച്ച് നോക്കണം. ഒരു 2 or 3 മലയാള സിനിമയാണ് അവർക്ക് കിട്ടിയത്. അവർക്ക് എത്ര സിനിമ കിട്ടേണ്ടതായിരുന്നു? അവർക്ക് സിനിമയുണ്ടോ? സിനിമയില്ല. അവർക്ക് ഒരിക്കലും ഇനി സിനിമ കിട്ടാനും പോകുന്നില്ല. അതുപോലെ പാർവതി എന്ന് പറയുന്ന ഒരു നടിയുണ്ടായിരുന്നു. പിന്നെ പാർവതീൻ്റെ വായിൽ കയ്യിലിരിപ്പും കുറച്ച് മോശമാണ്. അതായത് വായിൽ നിന്ന് വരുന്ന ചില ഭാഷകളുണ്ട്, മമ്മൂക്കാനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഭാഷകൾ കേട്ട് കഴിഞ്ഞാൽ അതും മോശം തന്നെയാണ്. അപ്പോൾ പാർവതി എന്ന് പറയുന്ന നടിക്കിപ്പോൾ സിനിമയുണ്ടോ? ഇപ്പോഴും പാർവതി തന്നെ പറയുന്നത് എന്താ, എനിക്കിപ്പോഴും വീട്ടിലിരിപ്പാണ് ജോലി, അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ വരെ പൈസയില്ല, ഒരാൾ പോലും വന്ന് എനിക്ക് എൻ്റെ അടുക്ക സെൽഫി എടുക്കുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതികരിച്ചത് കൊണ്ടാണ്. ഈ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇഷ്ടംപോലെ സിനിമ ഇവർക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാലാ പാർവതി എന്ന് പറയുന്ന അവർ പറയുന്നത് കേട്ടിട്ട് ആരും നിൽക്കരുത്. അവർ പറയുന്നത് കേട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഈ പാർവതി തെരുവോത്തിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ദിലീപിൻ്റെ കേസിലെ എരയുടെയും അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് പാർവതി ചേച്ചിക്ക് ഇപ്പം കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തമിഴിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ധീര വീര ശൂര എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഈ വിക്രമിൻ്റെ കൂടെ തന്നെ നല്ല റോളാണ്. അപ്പോൾ ഇതൊക്കെ വന്ന് പൈസയൊക്കെ ആയിക്കഴിഞ്ഞാൽ പാർവതി ചേച്ചിക്ക് തോന്നും ഇതൊന്നും വേണ്ട, ഇതൊക്കെ അങ്ങ് കളയാം, കാരണം വേറെ ആളെ എന്തിനാണ് വെറുപ്പിക്കുന്നത് എന്നുള്ള തരത്തിൽ. അല്ലെങ്കിൽ പാർവതി ചേച്ചി വന്നിട്ട് പറയും, അയ്യോ എന്നോടൊരു പ്രധാനപ്പെട്ട ഒരു നടൻ ചോദിച്ചിട്ടുണ്ട് ഒരു സെറ്റിൽ വെച്ചിട്ട്, നിങ്ങൾ ആരാണ്, സാമൂഹ്യ പ്രവർത്തകയാണോ, അവിടെ എന്താണെന്ന് നടക്കുന്നതെന്നറിയാൻ നിങ്ങൾ ആരാണ് എന്നുള്ള തരത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പാർവതി ചേച്ചി വന്ന് പറയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇല്ലാതാക്കുകയോ ഒന്നുമല്ല. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ സിനിമാക്കാർ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുമുണ്ട്. പലതരത്തിൽ ചെറ്റത്തരം കാണിക്കുന്ന സിനിമാ താരങ്ങൾ ഇവരുടെ ഇടയിൽ തന്നെയുണ്ട്. അതൊന്നും കാണാതെ അതിനോടൊന്നും പ്രതികരിക്കാതെ ഇതുപോലെ വന്ന് പ്രതികരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു വിഷമമുണ്ട്. അത് തന്നെയാണ് പറയുന്നത്. ഉഷാ ഹസീന ചെയ്തത് 100% ശരി തന്നെയാണ്. അതിനൊരിക്കലും തെറ്റ് പറയാൻ കഴിയില്ല. ആറാട്ടണ്ണൻ എന്ന് പറയുന്നത് അതുപോലൊരു പോഴൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ടീമുകളെയും നിങ്ങൾ നേരിടേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അവിടെ ഏതെങ്കിലും ഒരാൾ കംപ്ലൈൻറ്റ് ആയി ചെന്ന് കഴിഞ്ഞാൽ അവരെ ചവിട്ടി പുറത്താക്കാനോ അല്ലെങ്കിൽ അവരങ്ങനെ വേണ്ട, അവരങ്ങനെ വളരേണ്ട, അമ്മയുണ്ടാക്കിയത് ഇവരുടെ ചോരയാണ്, അമ്മയുണ്ടാക്കിയത് ഇവരുടെ രക്തമാണ്, ഇവരുടെ ജീവിതമാണ്, അങ്ങനെ ഒരു മാങ്ങാത്തൊലിയൊന്നും ഇതിൻ്റകത്തില്ല. ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഈ സിനിമാ താരങ്ങൾ ആദ്യകാലത്തുള്ള ഒരുപാട് പേരുടെ ഈ വേർപ്പ് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇതുണ്ടാക്കിയിനി എന്ന് വിചാരിച്ച് ഇപ്പോഴുള്ള സംഘടന വിചാരിക്കുന്നത് ഇത് വെച്ച് ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങളുടെ മാത്രമാണ്. അതുമല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് പൊതുജനങ്ങൾക്കും അധികാരമുണ്ട്, അല്ലാതെ ഇവർക്ക് മാത്രമുള്ള ഒരു അധികാരമല്ല ഇതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഞങ്ങളാണ് ഇവിടുത്തെ നിയമം, ഞങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങളിൽ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ തെറ്റ് തന്നെയാണ്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ആറാട്ടണ്ണനെതിരെയല്ല വേറെ ഒരാൾക്കെതിരെയാണ് ഈ ഹസീന പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ഇപ്പോഴും വരുന്ന വല്ല കുറച്ച് സീരിയലോ ഈ സിനിമയോ ഇതൊന്നും കിട്ടാണ്ടാവുന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ അങ്ങനെയാണ്. ഇവിടെ പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഇല്ല, ഒരാൾക്ക് പോലുമില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഉർവശി ഒരു കാര്യം പറഞ്ഞിനി, അത് ഞാനിവിടെ പറയുന്നില്ല, അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഉർവശിക്കെതിരെ ആരും നീങ്ങാത്തത്. ഉർവശിക്കെതിരെ നീങ്ങൂല. കാരണം എന്താ വെച്ചാൽ അവർ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നടിയാണ്. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാ, ഉർവശിയെ പറയാം, നീ ആരാ എന്ന് പറഞ്ഞിട്ട് വരും. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും ഒന്നും പറയത്തില്ലാന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വലിയ ഒരു വിലയൊന്നുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിച്ചർച്ചകളിൽ നമ്മളെ രാഹുൽ ഈശ്വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ പോരടിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ വന്നിട്ട് 6:30 മണിക്ക് വന്നിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പോരടിക്കും. അതിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കാണും. ഇപ്പോഴും ഞാനൊന്നും കാണാറുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ പൊതുവായിട്ടുള്ള
ഒരു കാര്യങ്ങൾ തീർക്കാനോ പൊതുവായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യാനോ ഒന്നുമില്ല. ഇവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ മുൻതൂക്കം നൽകിയിട്ട് അത് ന്യായീകരിച്ചു കൊണ്ടേ ഇങ്ങനെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6-8 7 ഒന്നും പിടിച്ചിട്ട് ജയിലിലിട്ടാലൊന്നും സിനിമാ മേഖല നന്നാവില്ല. സിനിമാ മേഖല നന്നാകണമെങ്കിൽ അവിടെയുള്ള താഴെത്തട്ടിലുള്ള ആൾക്കാർ തന്നെ വിചാരിക്കണം. അതുമാത്രവുമല്ല, ഓരോ സിനിമയുടെ നിർമ്മാണത്തിലും അവരുടെ ചെലവിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 5 പോലീസ് ഉദ്യോഗസ്ഥര അവിടെ നിയമിക്കുകയും കൂടി വേണം. എന്നിട്ട് അവരുടെ കൺട്രോളിലായിരിക്കണം ഇവരുടെ കാര്യങ്ങൾ. കാരണം ഈ സാധനങ്ങൾ ആദ്യം നിർത്തണമോടെ ഈ സാധനം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ആഭാസത്തരം മാത്രമേ പറയുള്ളൂ. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ എങ്ങനെയുള്ളവനാണെന്ന് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അമ്മ സംഘടന മാത്രം അറിയില്ല. അമ്മ സംഘടനയോ ഇല്ലെങ്കിൽ അമ്മയിലെ ലാലേട്ടനോ മമ്മൂട്ടിക്കോ ഇവർക്കൊന്നും അറിയില്ല. ഈ ഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ നല്ലവനാണ്, നല്ലവനായ ഉണ്ണിയാണ്. അതെന്തുകൊണ്ടാണ്? അവർക്കൊക്കെ വേണ്ടപ്പെട്ടവനായതുകൊണ്ടാണ്. നേരെ മറിച്ച് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവൻ എങ്ങനെയുള്ള ആൾക്കാരാണ്, ഇവൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടല്ലേ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.